വിശദമായ വാർത്തകളിലേക്ക്. വാളയാർ മദ്യദുരന്തത്തിൽ ഒരാൾ പിടിയിൽ. കഞ്ചിക്കോട് സ്വദേശി ധനശേഖരനാണ് പിടിയിലായത്. മദ്യദുരന്തത്തിൽ മരിച്ച ശിവന് വ്യാജമദ്യം നൽകിയത് ധനശേഖരനാണെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. പൂട്ടിക്കിടന്ന സോപ്പ് കമ്പനിയിൽ സൂക്ഷിച്ചിരുന്ന വ്യവസായ ആവശ്യത്തിനുള്ള സ്പിരിറ്റാണ് മദ്യമാണെന്ന് പറഞ്ഞ് ധനശേഖരൻ നൽകിയതെന്നും കണ്ടെത്തി. കോഴിക്കോട് കൊടിയത്തൂരിൽ യുവാവിനെ വീട്ടുവളപ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊടിയത്തൂർ കണ്ടങ്ങൽ സ്വദേശി യൂസഫാണ് മരിച്ചത്. ദുരൂഹതയെന്ന് നാട്ടുകാർ. കൊടിയത്തൂർ പഞ്ചായത്തിലെ കണ്ടങ്ങലാണ് യുവാവിനെ വീട്ടുവളപ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കണ്ടങ്ങൽ അയ്യപ്പകുന്ന യൂസഫാണ് മരിച്ചത്. ബന്ധുക്കളുമായി ഏറെക്കാലമായി അകന്നു നിൽക്കുന്ന യൂസഫ് ഒറ്റയ്ക്കായിരുന്നു താമസം. ഇന്ന് ഉച്ചയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. പ്രദേശത്ത് 2 ദിവസം മുൻപ് ദുർഗന്ധമുണ്ടായ സമയത്ത് തൊട്ടടുത്ത വീട്ടിൽ ജോലിക്കെത്തിയ തൊഴിലാളികൾ പരിസരത്ത് തെരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്തിയിരുന്നില്ല. ഇന്ന് നടത്തിയ തെരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് നാട്ടുകാർ ആരോപിച്ചു. 2 ദിവസത്തുള്ള ഇവിടെ ഒരു സ്മെല്ല് അയൽവാസികളും പണിക്ക് വരുന്ന ആളുകളും പറയുന്നുണ്ട്. ഈ സ്മെല്ല് കേട്ട് പണിക്കാരും അയൽവാസികളും പരിസരം പരിശോധിച്ചപ്പോഴാണ് ഒരു മൃതദേഹം ചീഞ്ഞളിഞ്ഞ നിലയിൽ കാണപ്പെട്ടത്. പോലീസ് ഉൾപ്പെടെ ആരോഗ്യവകുപ്പ് ജീവനക്കാർ വന്ന് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കുന്നുണ്ട്. മുക്കം പോലീസും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. ന്യൂസ് 18 കൊടിയത്തൂർ. കാസർഗോഡ് കുറ്റിക്കോൽ സ്വദേശി ജിനോ ജോസിന്റെ മരണത്തിൽ ദുരൂഹതയെന്ന് കുടുംബം. മരണത്തിന് പിന്നിൽ ഭർത്താവിന് പങ്കുണ്ടെന്ന് ആരോപിച്ച് കുടുംബം പോലീസിൽ പരാതി നൽകി. കുറ്റിക്കോൽ സ്വദേശിയായ 35-കാരി ജിനോ ജോസിനെ എലിവിഷം ഉള്ളിൽ ചെന്ന നിലയിൽ കഴിഞ്ഞ ഒക്ടോബർ 20-നാണ് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. ആരോഗ്യനില വഷളായതോടെ 25-ന് മരണം സംഭവിച്ചു. ജിനോയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ചാണ് ഭർത്താവിനെതിരെ കുടുംബം വേടകം പോലീസിൽ പരാതി നൽകിയത്. ഭർത്താവായ കരിവേടകം സ്വദേശി ജോസിൽ നിന്ന് മകൾക്ക് നിരന്തരം ശാരീരിക പീഡനം നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് ജിനോയുടെ പിതാവ് പറഞ്ഞു. ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല, അതിന് തെളിവ് കിട്ടണം, തെളിവ് അവനെ ശിക്ഷിക്കണം, അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ശക്തമായി ഞാൻ പറഞ്ഞത് ഒരിക്കലും ചെയ്യില്ല, എൻ്റെ മോള് ചെയ്യില്ല എന്നാണ് ഉറച്ച വിശ്വാസമുണ്ട്. മക്കൾ അത്രമാത്രം സ്നേഹമാണ്. 4 കുഞ്ഞുങ്ങളെ ഒന്നിച്ച് അവൾ സ്കൂട്ടറിൽ വെച്ചുകൊണ്ട് എൻ്റെ വീട്ടിൽ വരും. ഈ 3-4 ടൗണിൽ കൂടി പോയിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം അവളുടെ അത്ര കുഞ്ഞുങ്ങൾ സ്നേഹം ഒന്നിച്ച് പോകുള്ളൂ. 4 മക്കളെ അടക്കി പിടിച്ചുകൊണ്ട് അത്ര ഇതായിരുന്നു. എലിവിഷം ഉള്ളിൽ ചെന്ന് അവശ്യനിലയിൽ ആശുപത്രിയിൽ എത്തിച്ച ശേഷവും ജോസിന്റെ ഭാഗത്ത് നിന്ന് സംശയാസ്പദമായ സമീപനമാണ് ഉണ്ടായതെന്നാണ് സഹോദരൻ പറയുന്നത്. ആശുപത്രിയിൽ എത്തിച്ച ശേഷം നടത്തിയ പരിശോധനയിൽ ജിനോയ്ക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനാൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള നടപടികളും വൈകുകയാണ്. ഭർത്താവ് ജോസും കോവിഡ് സ്ഥിരീകരിച്ച ചികിത്സയിലാണ്. കേസിൽ അന്വേഷണം ആരംഭിച്ച പോലീസ് ജോസിന്റെ വീട് പരിശോധനയ്ക്കായി സീൽ ചെയ്തു. 4 കുട്ടികളെയും അവരുടെ സമ്മതത്തോടെ ചൈൽഡ് വെൽഫെയർ കൗൺസിൽ ജിനോയുടെ വീട്ടിലേക്ക് മാറ്റി. ന്യൂസ് 18 കാസർഗോഡ്. മലപ്പുറം തിരുനാവായ കുഞ്ചുകടവിൽ പോലീസിനെ ഭയന്ന് പുഴയിൽ ചാടിയ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. അൻവാറാണ് മരിച്ചത്. കൂട്ടായിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾ നടത്തിയ തെരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മണൽവാരൽ സംഘങ്ങളെ പിടികൂടാൻ വന്ന പോലീസിനെ കണ്ട് ഭയന്ന് ഇന്നലെ ഉച്ചയോടെ 2 പേർ പുഴയിൽ ചാടുകയായിരുന്നു. രക്ഷപ്പെടുത്താൻ നാട്ടുകാർ പുഴയിലേക്ക് ഇറങ്ങിയെങ്കിലും പോലീസ് തടഞ്ഞുവെന്നും ആക്ഷേപം. കാട്ടാക്കടയിൽ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. ഒരാൾക്ക് പരിക്ക്. വെള്ളറട സ്വദേശി ബൈജു IP ആണ് മരിച്ചത്. വെള്ളറട KSRTC ഡിപ്പോയിലെ കണ്ടക്ടറാണ് ബൈജു. റോഡിലെ ചരലിൽ തെന്നിമാറിയായിരുന്നു അപകടം. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ബൈജുവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തിരുവനന്തപുരം നെല്ലിയോട് ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. 8 കാണിക്ക വഞ്ചികൾ മോഷ്ടിച്ചു. ഇന്നലെ രാത്രിയാണ് കവർച്ച നടന്നത്. ശ്രീകോവിൽ കുത്തി തുറന്നു. 1 മാസം മുൻപും ക്ഷേത്രത്തിൽ മോഷണം നടന്നിരുന്നു. CCTV ഘടിപ്പിച്ചിരുന്ന കമ്പ്യൂട്ടറും മോഷ്ടാക്കൾ കൊണ്ടുപോയി. പോലീസ് അന്വേഷണം തുടരുന്നു. മുക്കം പോലീസ് സ്റ്റേഷനിൽ SI ഉൾപ്പെടെ 7 പോലീസുകാർക്ക് കോവിഡ്. 40 പോലീസുകാരിൽ 7 പേർക്ക് രോഗം ബാധിച്ചതോടെ സമ്പർക്കത്തിൽ ഉണ്ടായിരുന്ന പോലീസുകാർ ക്വാറന്റീനിലാണ്. ഇത് പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനത്തെ ബാധിക്കും എന്നതിനാൽ മറ്റ് പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് പോലീസുകാരെ എത്തിക്കാനാണ് നീക്കം. ഗുരുവായൂരിൽ റോഡുകളിൽ കുണ്ടും കുഴിയും നിറഞ്ഞതോടെ ബുദ്ധിമുട്ടിലാണ് യാത്രക്കാർ. ജല അതോറിറ്റിയുടെ പൈപ്പുകൾ അടിക്കടി പൊട്ടുന്നതും നാട്ടുകാരുടെ ദുരിതം കൂട്ടുകയാണ്. ഗുരുവായൂരിലെ പല റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞു. തെക്കേനട റോഡിൽ പൈപ്പ് പൊട്ടിയതുമൂലം വലിയ കുഴി രൂപപ്പെട്ടു. മാസങ്ങളായി ഇവിടെ വെള്ളം പൊട്ടിയൊഴുകുകയാണ്. വാഹനങ്ങൾക്ക് സുഗമമായി പോകാനാകില്ല. മാൻഹോൾ മൂടിയുയർത്തി വെച്ചതിനാൽ അപകടങ്ങളും പതിവാണ്. ഇതിനിടയിൽ അമൃത് പദ്ധതിക്കായി കുഴിച്ച കുഴികളും ഉണ്ട്. നമുക്കറിയാം ഇന്നത്തെ
ഗുരുവായൂരിനോടനുബന്ധിച്ച് ഒട്ടേറെ തീർത്ഥാടകർ വന്നു പോകുന്ന ഈ മേഖലയിൽ ഇത്തരത്തിലുള്ള റോഡുകളെല്ലാം തന്നെ വളരെയധികം പരിതാപകരമായ സ്ഥിതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അമൃത പദ്ധതിയുടെ ഭാഗമായി റോഡുകളെല്ലാം കാനകളെല്ലാം തന്നെ പൊളിച്ചിട്ടിരിക്കുകയാണ്. അതും ഈ റോഡിൻ്റെ ഒരു കൃത്യമായ മെയിൻ്റനൻസ് ഇല്ലാത്ത രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷവും ഓരോ പ്രവൃത്തികളുടെ പേര് പറഞ്ഞ് റോഡ് പൊട്ടിപ്പൊളിക്കുന്നത് പതിവാണ്. പലവട്ടം പരാതി നൽകിയിട്ടും റോഡ് നവീകരിക്കാൻ നടപടിയില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ന്യൂസ് 18 ഗുരുവായൂർ. തിരുവനന്തപുരത്തെ പെരുമാതുറ മാടൻപിള്ള പാലം അപകടാവസ്ഥയിൽ. ദിവസവും 5000-ൽ അധികം വാഹനങ്ങൾ കടന്നുപോകുന്ന പാലത്തിന്റെ കോൺക്രീറ്റ് ഇളകിയ അവസ്ഥയിലാണ്. സുരക്ഷാ പരിശോധന നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ദിവസവും നിരവധി കണ്ടെയ്നർ ടിപ്പറുകളടക്കം കടന്നുപോകുന്ന റോഡിലെ പാലമാണിത്. ചിറയിൻകീഴ്, അഴൂർ ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന തീരദേശ പാതയിലെ പ്രധാന റോഡ്. പാലത്തിന്റെ കോൺക്രീറ്റ് ബീമുകൾ അടർന്നു വീഴുകയാണ്. കോൺക്രീറ്റ് ഇളകിപ്പോയ താഴ്ഭാഗത്തെ കമ്പികൾ തുരുമ്പ് പിടിച്ച അവസ്ഥയിലും. പാലത്തിന്റെ സുരക്ഷാ പരിശോധന നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 3-4 മാസമായി ഈ പാലം ഭയങ്കര ദുരവസ്ഥയിലാണ് നിൽക്കുന്നത്. ദിവസവും 100 കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്നു. ഇപ്പോൾ ഈ പെരുമാതുറ മുതലപ്പുഴയിൽ ഹാർബറിന്റെ പണി നടക്കുന്നതുകൊണ്ട് 10 കണക്കിന് ഭാരമുള്ള വാഹനങ്ങളാണ് ലോറിയുമായി കടന്നു പോകുന്നത്. നാട്ടുകാർ ഒരു ഭീതിയിലാണ്. വണ്ടികൾ നിരന്തരം 40-50ഓളം അഡാനി ഗ്രൂപ്പിന്റെ പ്രോജക്റ്റ് വർക്കിനുള്ള വണ്ടികളാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിരന്തരം ഇതൊരു ബലപരിശോധന അടിയന്തരമായിട്ട് നടത്തി വേണ്ട തീരുമാനം എടുക്കണമെന്നാണ് നാട്ടുകാരെ നമ്മളെയൊക്കെ അഭിപ്രായം. 20 വർഷം മാത്രം പഴക്കമുള്ളതാണ് ഈ പാലം. വിഴിഞ്ഞം പോർട്ടിന്റെ നിർമ്മാണത്തിനുള്ള പാറ കൊണ്ടുപോകുന്ന കണ്ടെയ്നർ ലോറികൾ പോകുന്നത് ഈ പാലം കടന്നാണ്. ജില്ലയിലെ വിവിധ ക്വാറികളിൽ നിന്നുള്ള പാറ റോഡ് മാർഗം മുതലപ്പുഴയിലെത്തിച്ച് ഇവിടെ നിന്നും കടൽ മാർഗമാണ് വിഴിഞ്ഞത്തേക്ക് എത്തിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. മൂവാറ്റുപുഴ ആനിക്കാട് ചിറ വിൽക്കാൻ നീക്കം. ടൂറിസം വികസനത്തിന്റെ ഭാഗമായിട്ടാണ് ചിറ നൽകുന്നത് എന്നാണ് പഞ്ചായത്തിന്റെ വാദം. എന്നാൽ ഇതിനു പിന്നിൽ വലിയ അഴിമതിയുണ്ടെന്നാണ് നാട്ടുകാരുടെ ആരോപണം. എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ ചിറകളിലൊന്നാണ് ആവോലി പഞ്ചായത്തിലെ ആനിക്കാട് ചിറ. 20 വർഷത്തെ പാട്ടത്തിനാണ് ചിറ വിട്ടു നൽകുന്നത്. ഇതിനെതിരെയാണ് പരിസ്ഥിതി സംഘടനകൾ രംഗത്തെത്തിയത്. തിടുക്കപ്പെട്ടുള്ള ഇത്തരം നീക്കത്തിന് പിന്നിൽ അഴിമതിയുണ്ടെന്നാണ് ആരോപണം. ഇത് മൊത്തം ഏതാണ്ട് 8 ഏക്കറോളം വരുന്ന ഈ ചിറ എന്ന് പറയുന്നത് 5000 രൂപയോളം മാത്രം പേരിന് പണം കാണിച്ചുകൊണ്ട് 20 വർഷത്തേക്ക് പാട്ടത്തിന് കൊടുക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ പാട്ടമല്ല. ഇതിൻ്റെ കരാറ് നമ്മൾ വായിച്ചു നോക്കിയാൽ അറിയാം, ഇത് പാട്ടമല്ല, തീർ വിൽപ്പനയാണ്. 20 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരുവിധ തടസ്സവും കൂടാതെ അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് വീണ്ടും തുടരാമെന്നുള്ള കണ്ടീഷൻ വെച്ചുകൊണ്ട് രഹസ്യ ടെൻഡർ വഴി പൊതുവായി യാതൊരു വിവരങ്ങളുമില്ലാതെ ആണ് ഇത് കൈമാറ്റം ചെയ്യപ്പെടാൻ പോകുന്നത്. വിനോദസഞ്ചാര പദ്ധതികൾക്കാണ് ചിറ നൽകുന്നത് എന്നാണ് ആവോലി പഞ്ചായത്തിന്റെ വാദം. എന്നാൽ പൊതുമുതൽ കൈമാറുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്നാണ് ആക്ഷേപം. 6 ഏക്കറോളം വരുന്ന ചിറയിൽ വ്യാപകമായ മീൻ കൃഷിക്ക് വേണ്ടിയാണ് വിൽപ്പന. പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ പീപ്പിൾ ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ചിറ സംരക്ഷിക്കുന്നതിനുള്ള രീതിയിലുള്ള പദ്ധതികൾ നടപ്പിലാക്കാനാണ് ചിറ ആനിക്കാട് സർവീസ് സഹകരണ ബാങ്കിന് ടെൻഡർ നൽകിയതെന്നും ആവോലി പഞ്ചായത്ത് പ്രസിഡന്റ് ജോർഡിയൻ വർഗീസ് പറഞ്ഞു. ന്യൂസ് 18 മൂവാറ്റുപുഴ. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പുനലൂർ സ്നാനഘട്ടം നാശത്തിന്റെ വക്കിൽ. ശബരിമല ഭക്തർക്ക് ബിരിവെക്കുന്നതിനും വിശ്രമിക്കുന്നതിനുമാണ് സ്നാനഘട്ടം നിർമ്മിച്ചത്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ നിയന്ത്രണത്തിൽ മികച്ച പ്രവർത്തനമായിരുന്നു പുനലൂർ സ്നാനഘട്ടത്തിൽ നടന്നിരുന്നത്. എന്നാൽ ക്രമേണ സ്നാനഘട്ടം തകർന്നു തുടങ്ങി. തമിഴ്നാട് വഴി ശബരിമല ദർശനത്തിനായി എത്തുന്ന അയ്യപ്പ ഭക്തർ കൊച്ചുപമ്പ എന്നറിയപ്പെടുന്ന പുനലൂരിൽ തമ്പടിക്കുന്നതും വിരിവെക്കുന്നതും പതിവാണ്. ഇതിനായി നഗരമധ്യത്തിൽ നിന്നും വളരെ അകലെയുള്ള ക്ഷേത്രങ്ങളെയാണ് ആശ്രയിച്ചിരുന്നത്. ഈ ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിനായാണ് കല്ലടയാറിന്റെ തീരത്ത് സ്നാനഘട്ടം നിർമ്മിച്ചത്. തുടക്കത്തിൽ ഭക്തർക്ക് പ്രയോജനപ്രദമായിരുന്നുവെങ്കിലും പിന്നീട് അധികൃതരുടെ അനാസ്ഥ കൊണ്ട് നാശത്തിലേക്ക് പോവുകയായിരുന്നു. എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണോ ഈ സ്നാനഘട്ടം നിർമ്മിച്ചിട്ടുള്ളത്, അയ്യപ്പന്മാർക്ക് വിരിവെക്കാൻ വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. അയ്യപ്പന്മാർക്ക് വിരിവെക്കാൻ വേണ്ട സംവിധാനങ്ങൾ ഈ ഗവൺമെൻറ്റും ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെയും നേതൃത്വത്തിൽ വേണ്ട സത്വര നടപടികൾ നൽകണം. വിരിവയ്ക്കുന്നതിനും വിശ്രമിക്കുന്നതിനുമായുള്ള കെട്ടിടത്തിന് മുകൾ വശം നവീകരണത്തിന്റെ പേരിൽ ഇളക്കി മാറ്റി. ഇപ്പോൾ തൂണുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. മികച്ച നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഹോട്ടലിന്റെ പ്രവർത്തനവും നിലച്ചു. വീണ്ടും ഒരു ശബരിമല സീസൺ കൂടി എത്തുമ്പോഴും സ്നാനഘട്ടത്തിന്റെ ഉപയോഗം ഇക്കുറിയും ലഭിക്കില്ല. ന്യൂസ് 18 പുനലൂർ.
കുറ്റിപ്പുറം കിൻഫ്ര വ്യവസായ പാർക്കിൽ ആരംഭിക്കുന്ന പ്ലാസ്റ്റിക് പാഴ്വസ്തു സംസ്കരണ കേന്ദ്രത്തിനെതിരെ ജനകീയ കൂട്ടായ്മ. നിർമ്മാണോദ്ഘാടനം നടക്കുന്നതിനിടെ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചു. സംയോജിത പ്ലാസ്റ്റിക് പാഴ്വസ്തു സംസ്കരണ കേന്ദ്രത്തിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി ഇ പി ജയരാജൻ ഓൺലൈൻ വഴി നിർവഹിച്ചു. കുറ്റിപ്പുറം കിൻഫ്ര വ്യവസായ പാർക്കിലാണ് പ്ലാസ്റ്റിക് പാഴ്വസ്തു സംസ്കരണ കേന്ദ്രം ആരംഭിക്കുന്നത്. സംസ്കരണ കേന്ദ്രത്തിന്റെ നിർമ്മാണോദ്ഘാടനം വ്യവസായ മന്ത്രി ഇ പി ജയരാജൻ ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്തു. 5 മെട്രിക് ടൺ പ്ലാസ്റ്റിക് മാലിന്യം സംസ്കരിക്കാനാകും. ക്ലീൻ കേരള കമ്പനിക്ക് അനുവദിച്ച 3 ഏക്കറിലെ 1 ഏക്കറിലാണ് ഇപ്പോൾ പ്ലാന്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഖരമാലിന്യ സംസ്കരണ രംഗത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആവശ്യമായ പിന്തുണ നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടി സ്ഥാപിച്ചിട്ടുള്ളതാണ്. കുറ്റിപ്പുറം കിൻഫ്ര പാർക്കിൽ ആരംഭിക്കുന്ന പദ്ധതിക്കെതിരെ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വ്യവസായ പാർക്കിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പരിപാടിയിൽ നിന്ന് ഇ ടി മുഹമ്മദ് ബഷീർ MP, MLA പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ, കുറ്റിപ്പുറം പഞ്ചായത്ത് ഭരണസമിതി എന്നിവർ വിട്ടുനിന്നു. സംസ്കരണ പ്ലാന്റിനെ സംബന്ധിച്ച് ജനങ്ങളുടെ ആശങ്ക ദൂരീകരിക്കാതെ ഉദ്ഘാടനം നടത്തുന്നതിനോട് യോജിപ്പില്ലെന്നും കോട്ടക്കൽ MLA പറഞ്ഞു. പ്ലാസ്റ്റിക് ശേഖരിച്ച് ഇവിടെ കൊണ്ടുവന്ന് സംസ്കരിച്ച് കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ്, ഏത് തരത്തിലാണ്, എവിടെ നിന്നാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ധാരണയും ഇവിടുത്തെ പ്രദേശവാസികൾക്കോ പഞ്ചായത്ത് ഭരണസമിതിക്കോ ജനപ്രതിനിധിയായ MLAക്കോ ഇല്ല. നമ്മളുമായി അതൊരു ഡിസ്കഷൻ നടന്നിട്ടില്ല. ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് 18 കുറ്റിപ്പുറം. ഇനി കാർഷിക കേരളം. കാടുമൂടി തരിശായി കിടന്ന 3 ഏക്കർ ഭൂമിയിൽ കൃഷി ഇറക്കി വിജയം നേടിയിരിക്കുകയാണ് കോടഞ്ചേരി സ്വദേശി മധു. നീണ്ട കാലിൽ കറങ്ങുന്ന കളർ ലൈറ്റുകൾ ഘടിപ്പിച്ചതിനാൽ കാട്ടുപന്നി ശല്യം ഒഴിവാക്കാനായതായി കർഷകൻ പറയുന്നു. ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ ആനിക്കോട് പൊന്നടത്ത് പാറയിൽ മധു നല്ലൊരു കർഷകൻ കൂടിയാണ്. ലോക്ക്ഡൌൺ കാലത്ത് ജോലിയില്ലാതെ വീട്ടിൽ കഴിഞ്ഞപ്പോഴാണ് കൃഷിപ്പണി നടത്താൻ തീരുമാനിച്ചത്. വീടിന് സമീപത്തെ 3 ഏക്കർ പാട്ടത്തിനെടുത്തു. 3500 കപ്പയും 1000 ചേമ്പും 1000 വാഴയും ഇവിടെ നട്ടുവളർത്തി. കൂടാതെ വിവിധയിനം പച്ചക്കറികളും മികച്ച വിളവ് ലഭിച്ചതിന് സന്തോഷത്തിലാണ് മധു. ലോക്ക്ഡൌണിൻ്റെ സമയങ്ങളിൽ ഒരു മാസം 2 മാസം വീട്ടിൽ ഇരിക്കേണ്ട സാഹചര്യം ഉണ്ടായല്ലോ. അപ്പോൾ ആ സമയത്ത് സമയം പോകാനും കൂടാതെ ഒരു വരുമാനം എന്ന നിലയ്ക്കാണ് വീടിൻ്റെ തൊട്ടടുത്ത പറമ്പായ ഒരു കാലി സ്ഥലവും ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ ഉടമയെ സംസാരിച്ച് ആ സ്ഥലം 2 വർഷത്തേക്ക് പാട്ടത്തിന് എടുത്ത് കൃഷി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. കാട്ടുപന്നികളെ തുരത്താൻ തുണികൊണ്ട് 1/2 കിലോമീറ്ററോളം വേലി തീർത്തു. കൂടാതെ കറങ്ങുന്ന കളർ ലൈറ്റും സ്ഥാപിച്ചു. പിന്നീട് കാട്ടുപന്നികൾ കൃഷിയിടത്തിലേക്ക് കയറിയിട്ടില്ല. കോടഞ്ചേരി കൃഷി ഓഫീസർ KA ഷബീർ അഹമ്മദ് പൂർണ്ണ പിന്തുണയുമായി ഒപ്പം നിന്നു. ഇലക്ട്രിക്കൽ വിദഗ്ധനായ ശ്രീ മധു തൻ്റെ പറമ്പിൽ ഒരു ലൈറ്റ് സിസ്റ്റം സ്ഥാപിച്ചു. പന്നികളെ അകറ്റി നിർത്തുന്നത് ഇതേവർക്കും ഒരു മാതൃക തന്നെയാണ്. ന്യൂസ് 18 കോടഞ്ചേരി. കാർഷിക സംസ്കാരത്തിന്റെ നേർക്കാഴ്ചയായി കാസർഗോഡ് വെള്ളരിക്കുണ്ട് പുങ്ങംചാൽ കൊടിയംകുണ്ട് കോളനിയിൽ എരുത് കളി നടത്തി. തുലാമാസത്തിൽ മാവില സമുദായത്തിൽപ്പെട്ടവരാണ് ആചാരാനുഷ്ഠാനത്തോടുകൂടി എരുത് കളി നടത്തുന്നത്. മാവില ഗോത്രവർഗ വിഭാഗം നടത്തുന്ന കാർഷിക അനുഷ്ഠാനമാണ് എരുതുകളിയും മരമേടനും. വടക്കൻ കേരളത്തിലെ പ്രബലരായ ജന്മി കുടുംബാംഗം എരുതിനെ വാങ്ങാൻ കർണാടകയിലെ സുബ്രഹ്മണ്യത്തിൽ പോകുകയും കുടകന്മാർ കളിയാക്കിയതുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണ് എരുതുകളിയുടെ ആധാരം. കയ്യിലുള്ള ഊന്നുവടി ഒടിച്ച് നിറയെ സ്വർണ്ണ നാണയങ്ങൾ കുടകർക്ക് മുന്നിലേക്കിട്ട് ചന്തയിലെ മുഴുവൻ കന്നുകാലികൾക്കും വില പറഞ്ഞ ജന്മിയെ പാടി പുകഴ്ത്തുന്നതാണ് ഈ കലാരൂപം. തലത്തിന്റെ വിലയും പറഞ്ഞ് തലത്തിന്റെ എരുതിന്റെ വിലയും പറഞ്ഞു. അപ്പോൾ ഈ ഓട്ടക്കൊണ്ടയിൽ നിർത്തി കൊണ്ടത് ഇത് സ്വർണ്ണത്താണ്. ഇത് ഓട്ടക്കൊണ്ടയിൽ അത് വടിയായിട്ട് കുത്തിപ്പോയതാണ് അയാൾ. ആ വടിയായിട്ട് കുത്തിപ്പോയത് ഈ ഓട്ട കുത്തിയൊക്കെ തിരിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ തലത്തിന്റെ വിലയും നിങ്ങളെ എരുതിന്റെ വില കഴിച്ചിട്ട് ബാക്കി തന്നവൻ ഞാൻ. പുരാവൃത്ത ശീലുകളുമായി വീട്ടുമുറ്റത്ത് കളിച്ച് നെല്ലും പണവും ഉടുവസ്ത്രവും വാങ്ങിയാണ് എരുതുകളിക്കാർ മടങ്ങുക. അന്യമായി കൊണ്ടിരിക്കുന്ന കാർഷിക ജീവിതത്തിന്റെ ഓർമ്മ പുതുക്കലാണ് മാവില ഗോത്രവർഗത്തിന് എരുതുകളി. പണ്ട് തുലാം 10 മുതൽ 30 വരെ നാടുചുറ്റിയ ഈ അനുഷ്ഠാന കലാരൂപം ഇന്ന് അപൂർവം സ്ഥലങ്ങളിൽ മാത്രമേ നടത്തുന്നുള്ളൂ. ഈ രംഗത്തെ ഏറ്റവും മുതിർന്ന ആളായ കണ്ണൻ കുറുവാടിന്റെ നേതൃത്വത്തിലാണ് എരുതുകളി. കളിക്ക് രസം പകരാൻ കൂട്ടത്തിൽ മരമേടൻ വേഷവും കിട്ടും. അന്യം നിന്നുപോയ എരുതുകളി കൊടിയൻകുണ്ടിൽ വീണ്ടും കെട്ടിയാടിയപ്പോൾ പുതുതലമുറയ്ക്കത് അപൂർവ കാഴ്ചയായി.
ന്യൂസ് 18 നീലേശ്വരം. കട്ടൻ ചായകൾ പലതുണ്ട്. 2ഉം 3ഉമല്ല 18 തരത്തിലുള്ള ചായകളുടെ രുചി അറിയാം. ഗുരുവായൂർ മറ്റം നമ്പഴിക്കാട് സജീഷിന്റെ കടയിലെത്തിയാൽ കോവിഡ് കാലത്ത് അതിജീവനത്തിന്റെ പുതുവഴി വെട്ടുകയാണ് സജീഷും ഭാര്യ തുളസിയും. മറ്റം പാവറട്ടി റോഡിൽ തീപ്പെട്ടി കമ്പനി സെന്ററിൽ വാടക കെട്ടിടത്തിലാണ് സജീഷിന്റെ കട. കടയിൽ കട്ടൻ ചായയിലെ വൈവിധ്യമാണ് സ്പെഷ്യൽ. വിവിധതരം സുഗന്ധവ്യഞ്ജനങ്ങൾക്കൊപ്പം തേനും പനങ്കൽക്കണ്ടവും പുതിനയും ചെമ്പരത്തിപ്പൂവും എല്ലാം ചേരുമ്പോൾ 18 ഇനം രുചിക്കൂട്ടുകൾ ഒരുങ്ങും. സജീഷിന്റെയും ഭാര്യ തുളസിയുടെയും അച്ഛന്മാർ ചെന്നൈയിൽ ചായക്കട നടത്തിയിരുന്നവരാണ്. പാരമ്പര്യത്തിന്റെ കരുത്താണ് കോവിഡ് കാലത്തെ അതിജീവന മാർഗമായി ചായക്കച്ചവടം തുടങ്ങാൻ ഈ ദമ്പതികളെ പ്രേരിപ്പിച്ചത്. ഇപ്പോൾ തന്നെ ഒരു 60 വെറൈറ്റിയോളം ചായ ഉണ്ട്. ചായ എന്ന് പറയുമ്പോൾ ചായ മാത്രമല്ല, ചായയും കാപ്പി ഇല്ലാത്ത ഈ ചെമ്പരത്തിപ്പൂവ്, അതുപോലെ തന്നെ പുതിന, കൊത്തമല്ലി, അതുപോലെ സർവ്വസുഗന്ധി, തുളസിയില, അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ട് ഒരുപാട് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ചായകൾ, പാനീയങ്ങൾ നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. രാജ്യത്തിനകത്തും പുറത്തുമുള്ള ചായയുടെ രുചിക്കൂട്ടുകൾ മനസ്സിലാക്കിയ സജീഷ് സുഹൃത്തുക്കൾക്ക് ചായക്കട തയ്യാറാക്കാൻ വിദേശത്തും യാത്ര ചെയ്തിട്ടുണ്ട്. ഈ കടയിലെത്തുന്നവർക്ക് കട്ടൻ ചായക്കൊപ്പം ലഘുഭക്ഷണവും മാത്രമല്ല, ഇവിടെ സജ്ജീകരിച്ച ലൈബ്രറിയിൽ നിന്നും പുസ്തകങ്ങൾ വായിക്കുകയും ചെയ്യാം. ഫോൺ റീചാർജ്, വൈദ്യുതി ബില്ലടക്കൽ, വിവിധ അപേക്ഷ തയ്യാറാക്കൽ തുടങ്ങിയ സേവനങ്ങളും ലഭിക്കും. ന്യൂസ് 18 ഗുരുവായൂർ. വിവാഹ ഫോട്ടോഷൂട്ടിനും സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ടിനുമൊന്നും ഇനി ലൊക്കേഷൻ തേടി അലയേണ്ടതില്ല. നേരെ തിരുവനന്തപുരം KSRTCയിലേക്ക് വിട്ടാൽ മതി. KSRTC ഡബിൾ ഡക്കർ ബസ്സിൽ രാജകീയമായി ഫോട്ടോഷൂട്ട് നടത്താം. ഇത് സിനിമയുടെ ഇൻട്രോയല്ല, പിന്നെ എന്താണ്? സേവ് ദി ഡേറ്റ് ഷൂട്ടിനു വേണ്ടി എന്ത് സാഹസികതയ്ക്കും മുതിരുന്നവർക്ക് ഇനി KSRTCയിലേക്ക് വരാം. പ്രീ വെഡിംഗ് സേവ് ദി ഡേറ്റ് ഫോട്ടോഷൂട്ടുകൾ ഇനി KSRTC ബസ്സിലും നടത്താം. വെറും 4000 രൂപയ്ക്ക്. തിരുവനന്തപുരം വാമനപുരം സ്വദേശി ഗണേഷിനും ഇഞ്ചക്കൽ സ്വദേശിനി ലക്ഷ്മിക്കുമാണ് ആദ്യ ഫോട്ടോഷൂട്ടിന് അവസരം ലഭിച്ചത്. 50 കിലോമീറ്റർ വരെയുള്ള യാത്രയ്ക്ക് കൂടുതൽ തുക നൽകേണ്ടതില്ല. ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ആ കൺസെപ്റ്റിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഞങ്ങളുടെ ഉള്ള നിലവിലുള്ള ഈ ഡബിൾ ഡക്കർ അപൂർവമായിട്ടൊക്കെ ഉള്ളൂ. ഈ ഡബിൾ ഡക്കറിൽ ഈ ഫോട്ടോഷൂട്ട് ഞങ്ങൾ കൊടുക്കുന്നു. 4000 രൂപയെ ഞങ്ങൾ വാങ്ങുന്നുള്ളൂ. അത് ഓഫർ പ്രൈസാണ്. ഇപ്പോൾ തുടക്കത്തിലായതുകൊണ്ട് ഇങ്ങനെ ഇതിൽ കൊടുക്കുന്നു. ഉടനെ തന്നെ ഞങ്ങൾ അതിൻ്റെ ഇതൊക്കെ മാറ്റും. വിജയിച്ചാൽ കൊച്ചിയിലും കോഴിക്കോടും പദ്ധതി നടപ്പാക്കാനാണ് ആലോചന. സഞ്ചാരികൾ എത്തിത്തുടങ്ങിയതോടെ വയനാട്ടിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സജീവമായി. കർശനമായ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് എല്ലാ കേന്ദ്രങ്ങളിലും സഞ്ചാരികളെ പ്രവേശിപ്പിക്കുന്നത്. വയനാട്ടിൽ DTPCക്ക് കീഴിലെ 5 കേന്ദ്രങ്ങളാണ് തുറന്നത്. ചുരം കയറി വരുന്ന സഞ്ചാരികൾ കൂടുതലും എത്തുന്നത് പൂക്കോട് തടാകത്തിലാണ്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒരു സമയം 100 പേർക്കാണ് സന്ദർശനാനുമതി. പൂക്കോട് തടാകത്തിലെ ബോട്ട് സവാരിയാണ് ആകർഷണം. വയനാടിന്റെ പച്ചപ്പ് ആസ്വദിക്കാൻ കഴിഞ്ഞതിന്റെ ആവേശത്തിലാണ് സന്ദർശകർ. നല്ല ഫീലിംഗ് ആയിരുന്നു. ആക്ച്വലി ഞങ്ങളിപ്പോൾ 5-8 മാസമായിട്ട് വീട്ടിൽ തന്നെ ഇരിപ്പാണ്. അപ്പോൾ ഒരു അവസരം കിട്ടിയപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂരാണ് താമസിക്കുന്നത്. അപ്പോൾ ഒരു അവസരം കിട്ടിയപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ വയനാട്ടിലേക്ക് ഞങ്ങൾ കുറച്ച് റിലേറ്റീവ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ നല്ലൊരു അനുഭവമാണ്. കുട്ടികളെല്ലാം വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഭയങ്കര ബോറടിയായിരുന്നു. അവർക്ക് ഈ മൊബൈൽ TV മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒന്ന് പുറത്തിറങ്ങി പ്രകൃതിയോട് ഇറങ്ങിയപ്പോൾ നല്ല സന്തോഷമായിരുന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് പ്രവേശനം. ഇന്നിപ്പോൾ നല്ല തിരക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അത്രയും ആളുകളെ അഫോർഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇപ്പോൾ ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ആളുകളെ കൺട്രോൾ ചെയ്ത് ഇപ്പോൾ ഒരു 100 പേര് ഒരു ബാച്ച് വിടുന്നു. ഏകദേശം അവർ മിക്കവാറും ഏകദേശം അടുത്ത 100 പേരെ കയറ്റുന്നു. അങ്ങനെ ഒരു ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 7 മാസമായി അടഞ്ഞുകിടന്ന വയനാട്ടിലെ ടൂറിസം കേന്ദ്രങ്ങൾക്ക് 800 കോടിയിലധികം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. പൂക്കോടിനു പുറമെ എടക്കൽ ഗുഹ, പഴശ്ശി പാർക്ക്, കളറാട് തടാകം, കുറുവാദ്വീപ് എന്നിവിടങ്ങളിലും സഞ്ചാരികൾ എത്തുന്നുണ്ട്. ന്യൂസ് 18 വയനാട്. ആത്മഹത്യ ചെയ്യാൻ കെട്ടിടത്തിന് മുകളിൽ കയറിയ ആൾ ഒടുവിൽ ഫയർഫോഴ്സിന്റെ വലയിലായി. ഫയർഫോഴ്സ് പിടികൂടുകയായിരുന്നില്ല, മറിച്ച് അക്ഷരാർത്ഥത്തിൽ സേന വിരിച്ച വലയിൽ വീഴുകയായിരുന്നു. കൊല്ലം ജില്ലാ ആശുപത്രിയിലാണ് സംഭവം. 3 മണിക്കൂർ നീണ്ട പരിശ്രമം. ഒടുവിൽ ഭീഷണി മുഴക്കിയ ആൾ വലയിൽ. ഇരവിപുരം സ്വദേശി സുരേഷ് പടനിലമാണ് ജില്ലാ ആശുപത്രി അധികൃതരെയും കണ്ടുനിന്നവരെയും മുൾമുനയിലാക്കി കെട്ടിടത്തിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. മാനസികാസ്വാസ്ഥ്യമുള്ള വ്യക്തിയാണ് സുരേഷ് എന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു.
മാനസിക അസ്വസ്ഥത പ്രകടിപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് പോവുകയുണ്ടായി. പക്ഷേ അദ്ദേഹത്തിൻ്റെ കോവിഡ് ടെസ്റ്റ് ചെയ്തിരുന്നില്ല. കോവിഡ് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ തിരിച്ച് അല്പ ബലപ്രയോഗത്തിലൂടെ കൊണ്ട് ആശുപത്രി വരേണ്ടി വന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കോവിഡ് ടെസ്റ്റിനെടുത്തു, ആൻറ്റിജൻ ടെസ്റ്റിനെടുത്തു. അദ്ദേഹത്തെ വാർഡിലേക്ക് അഡ്മിറ്റ് ചെയ്യുകയും അദ്ദേഹത്തിന് വേണ്ടുന്ന ആഹാരം വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം പിന്നീട് ബാത്റൂമിൽ കയറി ബാത്റൂമിൻ്റെ ജനൽ തുറന്ന് പാരപ്പറ്റിലേക്ക് വരികയാണ് ചെയ്തത്. അവിടുന്ന് പുറത്തേക്ക് ചാടുമെന്നുള്ള ഭീഷണി മുഴക്കിയപ്പോൾ നമുക്ക് ഫയർഫോഴ്സിനെ അറിയിക്കേണ്ടി വന്നു. അതായത് ഫയർഫോഴ്സിൻ്റെ സമയോചിതമായ ഇടപെടലുകൊണ്ട് അവർ വല വിരിച്ച് അദ്ദേഹം ചാടിയപ്പോൾ ആ വരയിലേക്ക് വീഴുകയാണ് ചെയ്തത്. കോവിഡ് ചികിത്സാ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജില്ലാ ആശുപത്രിയിൽ എല്ലാത്തരം രോഗികളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന സ്ഥിതിയല്ല ഇപ്പോഴെന്ന് സൂപ്രണ്ട് പറയുന്നു. കോവിഡ് ആശുപത്രി ആയതുകൊണ്ട് ഇത്തരം ആൾക്കാരെ ഇവിടെ കൊണ്ടുവരുമ്പോൾ ഇതും കൂടെ മാനേജ് ചെയ്യാന്ന് പറയുന്നത് ജില്ലാ ആശുപത്രി സംബന്ധിച്ച് വലിയൊരു ബുദ്ധിമുട്ടാണ്. വഴിയിൽ ഇങ്ങനെ നടക്കുന്ന ആൾക്കാരെ ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു രീതി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുതെന്നുള്ള അഭ്യർത്ഥനയാണ് പ്രധാനമായിട്ടും ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. ന്യൂസ് 18 കൊല്ലം. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും സന്ദർശിക്കുക malayalam.news18.com.